ഹായ് ഡിയേഴ്സ്, ഞാൻ ഒരു വീഡിയോ അത് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ചെയ്യാമെന്നാണ് കരുതിയത്. പക്ഷേ ഇപ്പോൾ തോന്നുന്നത് എത്രയും വേഗം ചെയ്യുന്നോ അത്ര നമുക്ക് പിന്നീട് എന്നുള്ളൊരു സമയമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, ഞാൻ വീഡിയോ എൻ്റെ ഫേസ് കാണിച്ചുകൊണ്ടുള്ള വീഡിയോ അല്ലാത്തത് കൊണ്ട് എനിക്ക് വലിയ റീച്ചൊന്നും കിട്ടുന്നില്ല. ഇപ്പോൾ വന്ന് ഒട്ടുമില്ല. നമുക്ക് കിട്ടുന്ന ഓരോ സാഹചര്യങ്ങളും കാര്യങ്ങളുമാണ് ഇതിനകത്ത് നമ്മൾ കൊടുക്കുന്നത്. ഒന്നും വെച്ച് പിടിപ്പിച്ചിട്ടൊന്നും കൊടുക്കുന്നില്ല. അല്ലെങ്കിലും സത്യത്തിൻ്റെ മുഖം നമുക്ക് വികൃതമാണല്ലോ. അതുകൊണ്ടായിരിക്കും, ഈ കാലഘട്ടത്തിൻ്റെ കുഴപ്പമായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ ഈ കാലഘട്ടത്തിൻ്റെ കുഴപ്പമായിരിക്കും. അത് ഞാനങ്ങ് സഹിച്ചു. എനിക്കൊരിക്കലും താഴെ എന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കത്തില്ല. അതുപോലെ തന്നെ എൻ്റെ വികാരങ്ങളും വിചാരങ്ങളും ഞാൻ പറയും, എനിക്കിത്ര ദുഃഖമുണ്ട്, അല്ലാതെ ഞാനത് പ്രകടിപ്പിക്കുന്ന ആളല്ല. എവിടെയും പ്രകടിപ്പിച്ചുകൊണ്ട് ഗുണമില്ല. പക്ഷേ നമ്മുടെ ലോകത്ത് അഭിനയത്തിനാണ് വില. അതുകൊണ്ട് അഭിനയിച്ച് കാണിക്കുന്നവർക്കാണ് ഇന്ന് കാലം. അത്രയേ ഉള്ളൂ. അപ്പം എനിക്ക് കിട്ടുന്ന ദുരിതങ്ങൾ ഞാൻ വളരെ കോപത്തോടെ അത് പുറപ്പെടുവിച്ചെങ്കിൽ ഞാൻ അത്രയേറെ ഉള്ളിൽ തകർന്നു പോയി. ഞങ്ങൾ ചത്തിട്ടാണ് അങ്ങനെ പറഞ്ഞത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല പറഞ്ഞത്. ആ വ്യക്തികളോടൊക്കെ തന്നെയും മരണം വരെ ഇനിയൊരു ഏർപ്പാടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ വാശിയോടിരിക്കുന്നതെന്നല്ല, അവരെ മൈൻഡ് ചെയ്യുന്നില്ല. അത്രയേ ഉള്ളൂ. കാരണം നമ്മുടെ ദുരിത അവസ്ഥയിൽ, കാരണം നമ്മുടെ ഓരോരുത്തരുടെയും സിറ്റുവേഷൻ അവസ്ഥകളിൽ ഒരു ഭർത്താവില്ലാത്തൊരു സ്ത്രീക്ക് എന്തുമാത്രം ദുഃഖം മക്കളെ നോക്കുന്നതിന് വേണ്ടി, ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്നതിന് വേണ്ടി എടുക്കേണ്ടി വരും. ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും. അവിടെ പീഡനവും ടോർച്ചറിങ്ങും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കുട്ടിയെ വളർത്താൻ പറ്റുന്നത്? പ്രത്യേകിച്ച് സാഹചര്യം മൊത്തം മോശമാണ്. അപ്പം എങ്ങനെയാണ് അവിടെ ഈ എരുതീയിൽ എണ്ണ ഒഴിക്കുന്ന സ്വഭാവക്കാരാണ് ഈ പറഞ്ഞ ടീമുകൾ. അതുകൊണ്ടാണ് അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് മാത്രമാണ്. അപ്പം ഈ അറിവില്ലാത്ത മനുഷ്യരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നിങ്ങളിവിടെ പറയേണ്ടത്. മാത്രമല്ല, ഈ ചൊറിയുന്നിടത്ത് മാന്തുക എന്ന് പറയത്തില്ലേ, അത് ഈ ഇടയ്ക്ക് എപ്പോഴോ കണ്ടൊരു ഫോട്ടോയാണത്. ആ ഒരു സുഖം അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരങ്ങ് ആസ്വദിക്കട്ടെ. അത്രയേ ഉള്ളൂ. ഞാൻ പക്ഷേ അവരെ ഒന്നും നോക്കി വെച്ച് കണ്ടുകൊണ്ടല്ല, അവർ നമുക്ക് ഉപദ്രവകാരികളാണെന്ന് കണ്ടിട്ട് നമ്മൾ ആ വശത്തേക്ക് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അത്രയേ ഉള്ളൂ. അപ്പം ഇതൊക്കെ എന്നാ മനുഷ്യൻ പാഠങ്ങൾ മനസ്സിലാക്കുന്നത്? ഒരു സിംഗിൾ മദർ എന്നുള്ള നിലയ്ക്ക് സിംഗിൾ മദേഴ്സിനെല്ലാം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്, കുഞ്ഞിനെ വളർത്തുന്നതിന് കുഞ്ഞിനെയും അത് തകർക്കും, എന്നെയും തകർക്കും. അവർ 2 വർഷമായിട്ട് എന്നെ തകർത്തിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കുമായിരുന്നു. ഇതിന് ഞാൻ എന്ത് ഉത്തരം ഇവിടെ പറയും എന്നുള്ളത് പറ. ഇനി എനിക്കധികം ടെൻഷൻ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വേണ്ട നടപടികൾ ഞാൻ എടുത്തു വച്ചിരിക്കുകയാണ്. ഇതുകൊണ്ടൊക്കെയാണ് ചില വീഡിയോസ് നെഗറ്റീവായിട്ട് വന്നത്. ഇനിയൊരു വീഡിയോസ് നെഗറ്റീവായിട്ട് വരത്തില്ല. സന്തോഷപൂർവ്വമായിട്ടുള്ള വീഡിയോസ് വരാൻ പ്രാർത്ഥിക്കും. താങ്ക് യു. സോറി ഫ്രണ്ട്സ്, അതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എപ്പോഴും പറയുന്നുണ്ട്, ഞാൻ മൾട്ടി ടാസ്ക് എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ്. കാരണം ഒത്തിരി ജോലികൾ എൻ്റെ തലപ്പാടിൽ ഉണ്ട്. അതിനിടയ്ക്ക് ജോലികൾക്കിടയിലാണ്, അതുകൊണ്ടാണല്ലോ ഫേസ് വരാത്തത് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഏങ്ങുന്നുണ്ട് സംസാരിക്കുമ്പോൾ. അതുകൊണ്ട് മാത്രമാണ്, ജോലിയുടെ ഇടയ്ക്കായതുകൊണ്ടാണ് ഏങ്ങുന്നത് കേട്ടോ. അതെല്ലാവരും ഒന്ന് ക്ഷമിക്കണം. പിന്നീട് ഈ പറയാനുള്ള വ്യക്തികളോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ വീട്ടിലെ കാര്യം ഞങ്ങളങ്ങ് നോക്കൂടെ, നിങ്ങൾ അതിനകത്ത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ വീട്ടിലെ കാര്യം നോക്കാനായിട്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങളെ കാര്യം നോക്കി പോകുന്നതായിരിക്കും നല്ലത്. ഭാവിയിൽ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. അത്രയേ ഉള്ളൂ. താങ്ക് യു.